ഹലോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഹേലർ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇൻഹേലർ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഡോസ് കൗണ്ടർ വരുന്നുണ്ട്. ഓരോ 20 പഫ് കഴിയുമ്പോഴും ഈ ഡോസ് കൗണ്ടറിൻ്റെ ഓരോ 20 ഡോസ് വെച്ച് കുറഞ്ഞു വരും. ഒരു 40 പഫൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ചുവപ്പ് കളറിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ വരും. നമ്മൾ ഏകദേശം മരുന്ന് കഴിയാറായി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തരുന്നതാണ്. നമ്മളിത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ പാക്ക് പൊട്ടിച്ചതിന് ശേഷം നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് 2 പഫ് അടിച്ച് കളയുക. ഇനി നമുക്ക് ഇൻഹേലർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം നന്നായി കുലുക്കിയതിന് ശേഷം ശ്വാസം കംപ്ലീറ്റ് ഊതി പുറത്തേക്ക് കളയുക. വായിൽ വെച്ചതിന് ശേഷം ഒരു പഫ് അമർത്തുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ഡോക്ടർ 2 പഫാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുക. ശേഷം വായ് നന്നായി കഴുകി തുപ്പിക്കളയുക. ഒരു കോട്ടൻ്റെ തുണിയോ ടിഷ്യൂയോ വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അടച്ചു വെക്കുക. ഇനി നമ്മൾ ഇൻഹേലർ എങ്ങനെ സ്പേസർ വെച്ചിട്ട് ഉപയോഗിക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ സ്പേസർ. ഇത് 2 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. ഇത് നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഇത് യോജിപ്പിച്ചതിന് ശേഷം ഇൻഹേലർ എടുക്കുക, നന്നായി ഷെയ്ക്ക് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഭാഗം നമ്മൾ വായിൽ വെക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിലൊരു വാൽവ് ഉണ്ട്. ഇത് ഓപ്പൺ ആയിരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തിരിച്ച് വെക്കുക. നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ഇത് 5 മുതൽ ഒരു 8 പ്രാവശ്യം വരെ നമ്മൾ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം കോട്ടൻ്റെ തുണിയോ ടിഷ്യൂയോ വെച്ച് തുടച്ചു കൊടുക്കുക. ശേഷം വായ നന്നായി കഴുകി തുപ്പിക്കളയുക. ആഴ്ചയിലൊരിക്കൽ നോർമൽ വെള്ളത്തിൽ നന്നായി കുലുക്കി കഴുകിയതിന് ശേഷം കുടഞ്ഞതിന് ശേഷം ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കുക.